നമഃശിവായ. എപ്പോഴെല്ലാം നാം ഒരു ക്ഷേത്രം കാണുന്നുവോ അപ്പോൾ തന്നെ ഉള്ളിൽ ചെന്ന് അവിടെയുള്ള വിഗ്രഹങ്ങളെ തല്ലി തകർക്കണം. എപ്പോഴെല്ലാം ഒരു ബ്രാഹ്മണനെ കാണുന്നുവോ അപ്പോൾ അയാളെ കൊന്ന് ഇല്ലാതാക്കണം. ഈ പ്രവൃത്തിയിൽ ബ്രാഹ്മണനല്ലാത്ത ഒരാൾ മരണപ്പെട്ടാലും 100-ൽ 3 എന്ന കണക്കിൽ മാത്രമേ മരിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ നമ്മിൽ 94% പേർ ബാക്കി നിൽക്കുകയും ബ്രാഹ്മണർ മുച്ചൂടും ഇല്ലാതാകുകയും ചെയ്യും. ഈ നിലയിലേക്ക് നാം തീർച്ചയായും എത്തും. വംശീയ വിദ്വേഷം വമിക്കുന്ന ഈ വാക്കുകൾ പറഞ്ഞത് സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറാണ്. രാമസ്വാമി നായ്ക്കരുടെ ഈ വെറുപ്പ് ബ്രാഹ്മണരിൽ മാത്രം ഒതുങ്ങി നിന്നതല്ല. വേദങ്ങളോട്, ആര്യന്മാരോട്, പുരാണങ്ങളോട്, ഇതിഹാസങ്ങളോട്, സംസ്കൃതത്തോട്, ഹിന്ദിയോട്, ഗണപതിയോട്, ശ്രീരാമനോട് എന്ന് വേണ്ട സനാതനമായ സകലത്തിനോടും നായ്ക്കർക്ക് വെറുപ്പായിരുന്നു. സനാതനമായ സകലത്തിനെയും ഉന്മൂലനം ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. തനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ ഭൂമിയിൽ വേണ്ട എന്ന അതീവ അപകടകരമായ നിലപാടും നായ്ക്കർ വെച്ചു പുലർത്തിയിരുന്നു. സനാതനമായ ധർമ്മസമ്പ്രദായങ്ങളോടൊക്കെ ഉള്ള എതിർപ്പ് മറ്റു മതങ്ങളോടൊന്നും അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നില്ല. പരസ്യമായി ഒരു പ്രചാരണ സമയത്തോ മറ്റോ ഹിന്ദു യുവാക്കളോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. രാമസ്വാമി നായ്ക്കർ ജാതീയതയ്ക്കെതിരെ പോരാടി എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ പറയുന്നത്. പക്ഷെ അദ്ദേഹം ജാതീയതയ്ക്കെതിരെ അല്ല പോരാടിയത്, അദ്ദേഹം ബ്രാഹ്മണർക്കെതിരെയാണ് പോരാടിയത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടുമായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ബ്രാഹ്മണസത്തിനെതിരെയാണ് പോരാടുന്നത്, ബ്രാഹ്മണരോടല്ല എനിക്ക് വെറുപ്പുള്ളതെന്നാണ്. പക്ഷേ നിങ്ങൾ ഒരു ബ്രാഹ്മണനെയും പാമ്പിനെയും ഒരുമിച്ച് കണ്ടാൽ ബ്രാഹ്മണനെ ആദ്യം കൊല്ലുക എന്ന് പറഞ്ഞ ആൾക്ക് ബ്രാഹ്മണരോട് വ്യക്തിവിദ്വേഷം അല്ലെങ്കിൽ പിന്നെന്താണ്? ബ്രാഹ്മണർ പങ്കാളികളല്ലാതിരുന്ന ജാതി പ്രക്ഷോഭങ്ങളിലൊന്നും നായ്ക്കർ പങ്കെടുത്തിരുന്നില്ല. ഉദാഹരണത്തിന് കീഴ്വെൺമേനി എന്നൊരു സ്ഥലത്ത് ബ്രാഹ്മണരല്ലാത്ത ചില ജന്മിമാർ 44 സ്ത്രീകളെയും കുട്ടികളെയും ചുട്ടുകൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അക്കാലത്ത് നായ്ക്കരുടെ പാർട്ടിയായ DMK ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ വിവരം അറിഞ്ഞ നായ്ക്കർ പറഞ്ഞത്, തൊഴിലാളികളെ കിട്ടുന്ന സൗകര്യത്തിൽ തൃപ്തിപ്പെടാൻ സമ്മതിക്കാതെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിളക്കി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുപ്പിച്ച് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു. ഇതാണ് പെരിയാറിന്റെ ജാതി സ്നേഹം, ജാതീയതയ്ക്കെതിരെയുള്ള പ്രക്ഷോഭം. തമിഴ്നാട്, കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ് ഈ 4 സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്ത് പ്രത്യേക രാജ്യമായ ദ്രാവിഡസ്ഥാൻ ഉണ്ടാക്കണം എന്നായിരുന്നു പെരിയാറിന്റെ ആഗ്രഹം. ഇതിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം തന്നെ. ഇതിനു വേണ്ടി അദ്ദേഹം ബ്രിട്ടനെയും ജിന്നയെയും വരെ കൂട്ടുപിടിച്ചു. അദ്ദേഹം ദ്രാവിഡസ്ഥാന് വേണ്ടി വാദിച്ചു. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം നമ്മുടെ ദേശീയ കൊടി, നമ്മുടെ ദേശീയ പതാക വരെ കത്തിച്ചു കളഞ്ഞു. തൻ്റെ ഈ ഒരു ലക്ഷ്യത്തിനോട് എതിർത്ത് നിൽക്കുന്നവരെ എല്ലാവരെയും നായ്ക്കർ വ്യക്തിപരമായി തന്നെ ആക്രമിച്ചു. ഗാന്ധിജിയെ, അംബേദ്കറെ, സുബ്രഹ്മണ്യ ഭാരതിയെ ഇവരെ എല്ലാവരെയും അദ്ദേഹം എതിർത്തു. അംബേദ്കർ ബ്രാഹ്മണരുടെ അടുത്തുനിന്ന് കൈക്കൂലി വാങ്ങിച്ചു എന്ന് വരെ പറഞ്ഞ ആളാണ് രാമസ്വാമി നായ്ക്കർ. രാമസ്വാമി നായ്ക്കരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. മറ്റൊരു ദ്രാവിഡസ്ഥാൻ ഉണ്ടാക്കുക, മറ്റൊരു രാജ്യം ഉണ്ടാക്കുക. അതിനുവേണ്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ വാദം മറ്റു 3 സംസ്ഥാനങ്ങളും കേട്ടില്ല എന്ന് നടിച്ചു. അദ്ദേഹത്തിന്റെ വാദത്തിന് വേരോട്ടമുണ്ടായത് തമിഴ്നാട്ടിൽ മാത്രമാണ്. ഇതേ തമിഴ്നാടിനെ തന്നെ അദ്ദേഹം പിന്നീട് തള്ളിപ്പറയുകയും ചെയ്തു. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട കാമരാജ് അവർകൾ
അദ്ദേഹമാണ് തമിഴ്നാട് എന്ന പേര് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഈ പേരിനെയും എതിർത്തു. തമിഴ്നാടിന്റെ ആത്മാവാണ് തിരുക്കുറൽ. ഈ തിരുക്കുറലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എക്സ്ക്രീറ്റ, അമേധ്യം എന്നാണ്. അതുപോലെ ചിലപ്പതികാരത്തിനെ ഒരു ആര്യാധിനിവേശ കൃതിയായിട്ടാണ് നായ്ക്കർ കണ്ടിരുന്നത്. കണ്ണകിയുടെ പ്രതിഷേധവും ആ നാടുവാഴിയുടെ മരണവും കോവലന് വേണ്ടി വേശ്യാസ്ത്രീയായ മാധവിയുടെ സ്നേഹവും ഇതൊക്കെ ആര്യന്മാരുടെ പ്രൊപ്പഗാൻഡ ആയിട്ടാണ് രാമസ്വാമി നായ്ക്കർക്ക് തോന്നിയത്. പലരും വിചാരിക്കുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കർ വലിയ സ്ത്രീപക്ഷവാദിയാണ് എന്നാണ്. അക്കാലത്ത് ഹർവിലാസ് സർദയുടെ നേതൃത്വത്തിൽ ഒരു വിമൻസ് റൈറ്റ് മൂവ്മെന്റ് ഉണ്ടായി. ഗാന്ധിയും അംബേദ്കറും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. ശൈശവ വിവാഹത്തിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു അത്. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ രാമസ്വാമി നായ്ക്കരുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് അതുപോലെ SC സ്ത്രീകൾക്ക് മേൽവസ്ത്രം ഇടാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. അതുകൊണ്ടാണ് തുണിക്ക് വില കൂടിയത് എന്ന അത്യന്തം സ്ത്രീവിരുദ്ധം എന്ന് പറഞ്ഞാൽ മതിയാവോ എന്നറിയില്ല, അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ആളാണ് ശ്രീ രാമസ്വാമി നായ്ക്കർ. പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിരുന്നു E.V. നാഗമ്മ. അവരൊരു ക്ഷേത്രവിശ്വാസിയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ക്ഷേത്ര ദർശനം മുടക്കാൻ രാമസ്വാമി നായ്ക്കർക്ക് എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞിരുന്നില്ല. അപ്പോ ഇദ്ദേഹം കുറച്ച് സുഹൃത്തുക്കളെ പോയി കണ്ട്, കുട്ടികളായിരുന്നു അവര്, കുട്ടികളായിട്ടുള്ള സുഹൃത്തുക്കളെ പോയി കണ്ട് തൻ്റെ ഭാര്യയെ പരസ്യമായി അപമാനിക്കാൻ വേണ്ടി പറഞ്ഞു. അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് ആ അമ്മയെ ക്ഷേത്ര പരിസരത്ത് വെച്ച് അപമാനിച്ചു. ഓരോ തവണ അവർ പോകുമ്പോഴും ഇത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ മനസ്സ് മടുത്ത് ആ അമ്മ ക്ഷേത്ര ദർശനം നിർത്തിയത്രേ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ തന്നെ ഉള്ളതാണ്. ഒരു വലിയൊരു കാര്യമായിട്ടാണ് അവരിത് പറയുന്നത്. പിൽക്കാലത്താണ് പിന്നെ ആ അമ്മയ്ക്ക് തൻ്റെ ഭർത്താവ് തന്നെയാണ് ഈ ഒരു അപമാനം തനിക്ക് ഉണ്ടാവാൻ കാരണക്കാരനായത് എന്ന് മനസ്സിലായത്. ഇങ്ങനെയൊക്കെയാണ് പെരിയാർ രാമസ്വാമി നായ്ക്കരുടെ സ്ത്രീ സമത്വവാദം. സ്ത്രീകൾക്ക് സ്വന്തമായി വ്യക്തിത്വം ഉണ്ടാവണമെങ്കിൽ അവർ വൈവാഹിക ജീവിതത്തിന്റെ തടവറയിൽ പെടരുത്, മാതൃത്വത്തിന്റെ തടവറയിൽ പെടരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ തന്നെ താലി പൊട്ടിച്ച് വലിച്ചെറിയണം തുടങ്ങിയ വാദങ്ങളൊക്കെ കൊണ്ടുവന്നത് രാമസ്വാമി നായ്ക്കറാണ്. പിന്നെ അതുപോലെ സ്ത്രീ സമത്വം ഉണ്ടാകാൻ വേണ്ടി പുരുഷന്റെ പേര് സ്ത്രീകൾ കിട്ടാൽ മതി, വിധവകളാകാതിരിക്കാൻ വേണ്ടി വിവാഹം കഴിക്കാതിരുന്നാൽ മതി എന്ന് തുടങ്ങിയ ആനമണ്ടത്തര പ്രസ്താവനകളും പെരിയാർ രാമസ്വാമി നായ്ക്കർ നടത്തിയിട്ടുണ്ട്. വയസ്സുള്ള നായ്ക്കർ ഭാര്യയായി സ്വീകരിച്ചത് വെറും 21 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു. ഇത് നമുക്ക് വ്യക്തിപരമായി കണ്ട് മാറ്റിവെക്കാം. പക്ഷേ വിവാഹത്തിന് ശേഷം മണിയമ്മ എന്ന അവരുടെ പേരിനെ E.V. മണിയമ്മ എന്ന് മാറ്റി ആ സ്ത്രീയുടെ വ്യക്തിത്വം ഇല്ലാതാക്കിയത് ഏത് കണക്കിലാണ് പെടുത്തേണ്ടത്? സ്ത്രീകളെ വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് നായ്ക്കർ കണ്ടിരുന്നതെന്ന് ഇന്നത്തെ പല പുരോഗമന ചിന്തകരെയും പോലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിച്ച് സമൂഹത്തിൽ അരാജകത്വം വളർത്താനാണ് നോക്കിയതെന്ന് ഉള്ളതിന് തെളിവ് നൽകുന്നത് നായ്ക്കരുടെ സ്വന്തം ജീവിതം തന്നെയാണ്. കൂടുതൽ ഈ വിഷയത്തിൽ പറയുന്നില്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട്. സമൂഹത്തിൽ ഒരു മടിയുമില്ലാതെ വൃത്തികെട്ട ഭാഷ പ്രയോഗിക്കാനുള്ള ലജ്ജയില്ലായ്മയാണ് നായ്ക്കറെ ഇത്ര പെട്ടെന്ന് സ്വീകാര്യനാക്കി മാറ്റിയത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഗ്രാമ്യ ഭാഷ എന്ന പേരിൽ തെറി പറയുന്നവർ
നമ്മുടെ സമൂഹത്തിൽ ഇന്നും സ്വീകാര്യരാണ്. ജാതീയതയെ ഇല്ലാതാക്കാൻ എന്ന പേരിൽ നായ്ക്കർ കണ്ടെത്തിയ മാർഗം ഒരു വംശത്തിന്റെ തന്നെ ഉന്മൂലനമായിരുന്നു, ഹിറ്റ്ലറുടെ മാർഗം. അതുകൊണ്ടാണ് രാമസ്വാമി നായ്ക്കർ ഒരു വംശീയ തീവ്രവാദിയാവുന്നത്. ഈ പറഞ്ഞതൊക്കെ തെളിവുകൾ ഉള്ള ചരിത്രമാണ്. പുസ്തകങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. രാമസ്വാമി നായ്ക്കറെ പോലെ രണ്ട് വ്യക്തിത്വം പ്രകടിപ്പിച്ചവർ വേറെയും ഇഷ്ടം പോലെ പേരുണ്ടാകുമായിരിക്കും. പക്ഷേ അവരുടെയൊക്കെ പൊള്ളത്തരം വളരെ എളുപ്പം തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്ര കാലം കഴിഞ്ഞിട്ടും രാമസ്വാമി നായ്ക്കർ ഇന്നും പെരിയാർ എന്ന പേരിലാണ് ബഹുമാന സൂചകമായി അറിയപ്പെടുന്നത്. നമഃശിവായ.